വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഏസാവിന്റെ മറ്റൊരു പേരായിരുന്നു ഏദോം. അവന്റെ പുത്രന്മാരായിരുന്നു ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ്, ബസ്മത്തിലുണ്ടായ മകൻ റൗവേൽ, ഒഹോലിബാമായിൽ യവൂഷും യാലാമും കോറഹും. അടുത്ത തലമുറക്കാരായി എലീഫാസിന്റെ പുത്രന്മാരായിരുന്നു തേമാർ, ഓമർ, സെഫോ, ഗത്താം, കെനസ്, അമലേക്ക്. റൗവേലിന്റെ പുത്രന്മാരായിരുന്നു നഹത്ത്, സേറ, ഷമ്മ, മിസ. യാക്കോബ് കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. തൻ്റെ 12 മക്കളിൽ യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ജോസഫിനെയായിരുന്നു. അതുമൂലം മറ്റു മക്കൾക്ക് ജോസഫിനോട് അസൂയ തോന്നി. ഇതൊന്നും അറിയാത്ത ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് തനിക്കുണ്ടായ പല സ്വപ്നങ്ങളെക്കുറിച്ച് വിവരിച്ചു. അതിലൊന്ന് ഇപ്രകാരമായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു. ഉൽപ്പത്തി 37 അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ദിവസം യാക്കോബ് ജോസഫിനെ മറ്റു സഹോദരന്മാർ ആടുമേയ്ക്കുന്ന ഷെക്കേമിലേക്ക് പറഞ്ഞയച്ചു. അവനെ അകലെ നിന്ന് കണ്ട സഹോദരന്മാർ അവനെ ഇല്ലായ്മ ചെയ്യുന്നതിന് ആക്രമിച്ച് പൊട്ടക്കുഴിയിൽ തള്ളിയിടണമോ, കൊല്ലണമോ, അതോ വല്ല കച്ചവടക്കാർക്ക് വിറ്റ് കാശ് വാങ്ങണമോ എന്ന പദ്ധതികളിൽ അവസാനം ജോസഫിനെ ഈജിപ്തിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന മിദ്യാൻകാർക്ക് 20 വെള്ളിക്കാശിന് വിൽക്കാൻ തീരുമാനമെടുത്തു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.